മലയിടാം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലിൽ സർക്കാർ ഇടപെടൽ. നാളെ കുടിയൊഴിപ്പിക്കൽ ഉണ്ടാകില്ലെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. തിങ്കളാഴ്ച സർക്കാർ നിലപാട് അറിയിക്കും. കോടതിയിൽ തിരിച്ചടി ഉണ്ടായാൽ മുഴുവൻ കുടുംബങ്ങൾക്കും പുനരധിവാസം ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. സർക്കാർ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഗവൺമെൻറ് തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച ഈ കേസ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. AGക്ക് അതിനാവശ്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഗവൺമെൻറ് ഇവർക്ക് വേണ്ടി സർക്കാരിന് ഇതിനകത്ത് ബോധിപ്പിക്കാനുള്ള ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന് വേണ്ടി കോടതിയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടത്തും. ഇനി ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്നും നമുക്ക് അനുകൂലമായി വിധി ലഭിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കോടതി വിധി എതിരാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആ ഉറപ്പും സർക്കാർ കൊടുത്തിട്ടുണ്ട്. കോടതിയെ സമീപിക്കാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹം എന്ന് PV ശ്രീനിജൻ പ്രതികരിച്ചു. സമരം വിജയം കണ്ടു എന്ന് കരുതുന്നു. 8 കുടുംബങ്ങൾക്കും പട്ടയം നൽകാനുള്ള ഇടപെടലാണ് ഇടത് സർക്കാർ ചെയ്തതെന്നും ശ്രീനിജൻ അഭിപ്രായപ്പെട്ടു. വളരെ സർക്കാരിൻ്റെ ഒരു കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുമെന്ന് പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ നിലവിൽ പാരിയത്തുകാവിൽ താമസിക്കുന്ന 8 SC കുടുംബങ്ങൾക്ക് പുതിയ അപേക്ഷ സമർപ്പിച്ച് വേണമെങ്കിൽ പട്ടയം കൊടുക്കാവുന്നതുള്ളൂ. കഴിഞ്ഞ സർക്കാരും അന്നത്തെ ജനപ്രതിയായിരുന്ന ഞാനും ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് കൊണ്ടാണ് ഇന്ന് സർക്കാരിന് അതിലേക്ക് ഈ കേസിലേക്ക് കക്ഷി ചേരാനെങ്കിലും കഴിയുന്നത്. എറണാകുളത്ത് നിന്ന് ഇസത്തുണ്ട് വിവരങ്ങളുമായി. ഇസത്ത്, ഏതായാലും ആശ്വാസകരമായ ഇടപെടലാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷവും അതിനെ പിന്തുണയ്ക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെ? തീർച്ചയായിട്ടും തീർത്തും ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ റോജി എം ജോൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മന്ത്രിയുടെ, അതായത് പുതിയ സർക്കാർ രൂപീകരിച്ച ശേഷം ഏറ്റവും കൂടുതൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ ഒരു പ്രശ്നമായിരുന്നു ഈ പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കൽ. അതിലിപ്പോൾ മധ്യസ്ഥതയിൽ റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഒരു മധ്യസ്ഥതയിൽ ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുകയാണ്. അതായത് നാളെ പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ നിന്ന് ഒരു കുടിയൊഴിപ്പിക്കൽ ഉണ്ടാവുകയില്ല, മറിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ അവിടെ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും കമ്മീഷൻ അതായത് കോടതിയുടെ ഉത്തരവിലുള്ള ഒരു കാര്യം കമ്മീഷൻ ചെയ്യുമോ എന്നുള്ളൊരു കാര്യത്തിന് ഇതുവരെ വ്യക്തതയായിട്ട്. ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നാളെ ഒരു പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് റോജി എം ജോൺ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പ്രശ്നത്തിന്റെ ഒരു പരിഹാരമായി പറയുന്നത്, അതായത് അവരെ പുനരധിവസിപ്പിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കാരണങ്ങളും അവർ ശരിയാക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ റോജി എം ജോൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല സ്ഥലം MLA VP സജീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഒരു ചർച്ചയിലാണ് ഇത്തരം ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ തീരുമാനത്തെ തീർത്തും സ്വാഗതം ചെയ്യുന്നുവെന്ന് PV ശ്രീനിജൻ, അതായത് മുൻ MLA PV ശ്രീനിജനും അതുപോലെ തന്നെ സമരസമിതിയിലെ അംഗങ്ങളും എല്ലാം പറയുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ കൂടെ പ്രദേശവാസികളും ഈ ഒരു വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. മാത്രമല്ല ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള കാര്യങ്ങൾ എത്രയും വേഗം നടപടിയാക്കണമെന്നും പ്രദേശവാസികൾ ഇപ്പോൾ റോജി എം ജോണിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആനന്ദ്, ഇസത്ത് വ്യക്തമാണ്. അല്പസമയം മുൻപാണ് റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ചർച്ച നടന്നതും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചതും. ഈ വിഷയത്തിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവർക്ക് വേണ്ടി സർക്കാർ തന്നെ കോടതിയിൽ ഹാജരാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം അതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് അറിയാൻ. രാജ്യത്ത്